നിങ്ങളുടെ സമൂഹത്തിന്റെ നടുവിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മാന്യതയും നിങ്ങളുടെ മാന്യതയും നഷ്ടമാകും എന്നുള്ളതിനപ്പുറമായി മദ്യം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ദൈവമക്കളാണ്. ദൈവമക്കളായി തീരണമെങ്കിൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിന്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അത്തിയുടെ മുകളിൽ കയറിയത്. എന്നാൽ യേശു അത്തിയുടെ ചുവട്ടിലേക്ക് എത്തപ്പെട്ടപ്പോൾ സഖായിയെ വേഗം ഇറങ്ങി വരിക എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാവുന്നു. യേശുവിനെ കാണുവാൻ, യേശു എന്റെ ജീവിതത്തിൽ വിടുതൽ തരണമെന്ന് ആഗ്രഹിച്ചാൽ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു യേശു കർത്താവാണ് നമ്മുടെ യേശു കർത്താവ്. ഞങ്ങളുടെ പേർ ചൊല്ലി വിളിച്ച അതേ യേശു നിങ്ങളുടെ ഭർത്താവിന്റെ പേർ ചൊല്ലി വിളിക്കുവാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ, നിങ്ങളുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ആ യേശുവിൽ ആശ്രയിക്കുവാൻ തയ്യാറായാൽ ആ യേശു അവരേതവസ്ഥയിലായിരിക്കുമെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവരുവാൻ യേശു മതിയായവരാണ്. മരിച്ച് 4 ദിനമായി നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയിൽ ചെന്ന് യേശു ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു, നാറ്റമില്ലാത്തവനായി പുറത്തു വന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുവെങ്കിൽ ജീവിതത്തിൽ ഇനിയും വിടുതലില്ലെന്ന് നിങ്ങൾ വിധി പറയുന്ന വിഷയങ്ങളുണ്ടാകാം. എന്റെ ഭർത്താവിന്റെ മദ്യപാനം ഒരിക്കലും മാറുകയില്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ടാകാം. എന്റെ മകൻ രക്ഷപ്പെടുകയില്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ടാകാം.